Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എത്ര അധികം കേട്ടാലും അത് മതിയാവുകയില്ല. കാരണം ഇത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ സഹായവും സാന്നിധ്യവും നിറവും നമുക്ക് ആവശ്യമുണ്ട്. യേശു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി. നമ്മുടെ സഭ ബ്രദർ ഈ മണിക്കൂറിലെല്ലാം നമ്മളോട് പറഞ്ഞതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ കൂടെ വ്യാപരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയിൽ റൂഹ മൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മലയെന്നാണ്. ദ ഹോളി മൗണ്ടൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ മല. അവിടെയാണ് ഈ നമ്മുടെ മോണസ്ട്രി സ്ഥാപിച്ചിരിക്കുന്നത്. ഹോളി ഹിൽസ്, വിശുദ്ധ മലകളിൽ അവിടെ അത് റൂഹ മൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. റൂഹ മൗണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അവിടെ ഞാൻ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറയുകയാണ്, ചേച്ചിക്ക് ഒത്തിരി കാലമായി 10-12 വർഷം, കുറേ 10-19 വർഷം, കുറേ വർഷങ്ങളായി ഒരു വലിയൊരു ദുഃഖം, ഒരു വീടില്ല, ഒരു ആഗ്രഹം. അപ്പോൾ ഒരു ദിവസം അച്ഛൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അവിടെ എത്തി. അപ്പോൾ പറഞ്ഞു, അച്ഛൻ ഒന്ന് ബ്ലെസ് ചെയ്യണം. അപ്പോൾ ആ ചേച്ചിയുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റൂഹ മൗണ്ടിൽ ഓക്കെ. സോഫി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ ഇവിടെ വന്നിരുന്നു. ഒരു 10-15 വർഷമായി ഞാൻ ഈ ഞായറാഴ്ച ദിവസത്തെ 8:30-ക്കുള്ള ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ യേശുനാമത്തിൻ്റെ ബുക്ക് കൊടുത്തു വിടാറുണ്ട്. എല്ലാ പരീക്ഷയിലും അവർ പാസ്സായി. ഇന്ന് എൻ്റെ മോൻ ജർമ്മനിയിൽ വരെ എത്തി. ഈ ബുക്ക് കൊണ്ടുപോയി, യേശുനാമത്തിൻ്റെ ബുക്കാണ് അവന് ആശ്രയം. അവൻ എപ്പോഴും പറയും, മമ്മിയെ ഈ ബുക്ക് മമ്മി തന്നയച്ചത് കൊണ്ട് എനിക്കിങ്ങനെ ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ ജൂലൈയിൽ എനിക്കിവിടെ വരാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ജൂലൈയിൽ കഴിഞ്ഞ 23-ന് വന്നു. ഞാൻ കുർബാന കഴിഞ്ഞ് പട്ടായരച്ചൻ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, എല്ലാവരും അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ഞാനങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആദ്യം കൈവച്ച വഴിക്ക് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഞാൻ അച്ഛനോട്, അച്ഛ എനിക്ക് 13 വർഷമായി വീടിലുണ്ട്, ഞാൻ വാടക വീട്ടിലാണ്, എനിക്കൊരു വീട് നൽകാനായിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ മോളെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചു. അങ്ങനെ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജൂലൈയിൽ ഞാൻ ഇവിടെ വന്നു. ആഗസ്റ്റ് 2-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് വീടിന് വേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ മകനായിട്ട് ചെയ്തു തന്നു. അതിന് യേശുവിന് ഞാൻ നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. അത്രയധികം എനിക്ക് അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. യേശുവേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു വേദന, വിഷമ, സങ്കടം എന്ത് ചെയ്തു? 13 വർഷമായിട്ട് ആരും അതിനകത്ത് ഇടപെടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞൊരു ബ്ലെസ്സിങ് കൂടെ കൊടുത്തു. ജൂലൈയിലെ ബ്ലെസ്സിങ് സ്വീകരിച്ച് ഓഗസ്റ്റ് ആയപ്പോഴേക്കും തന്നെ അതിന് വറക്കം തുടങ്ങി. മകന് നല്ല ഒരു ആഗ്രഹമായി. എല്ലാവരും ഇടപെട്ടു, എല്ലാവരും ഉണർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കുന്നു, എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഇതിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റൂഹ മൗണ്ട് നിങ്ങൾക്ക് ചിലർക്ക് ഇത് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങോട്ടുള്ളൊരു വഴി അച്ഛൻ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. കുറേ പേര് ഇതൊന്ന് കാണുന്നത് എവിടെയാണ്, ഇങ്ങനെയൊക്കെയാണ്, അവിടെ വലിയ ബിൽഡിംഗ് ആണോ, ഇതൊരു കാടാണ്, ഒരു ഫോറസ്റ്റിൻ്റെ സൈഡാണ്. സഖ്യവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. അതിൻ്റെ അടുത്ത് ഇതാണ് അങ്ങോട്ടുള്ള വഴി. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റൂഹ മൗണ്ടിൽ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിനോട് എന്തൊക്കെ ഇന്ന് നിങ്ങളോട് പറയാനുള്ള വിഷയം ഇതാണ്. പരിശുദ്ധാത്മാവ് സത്യമായും ജീവിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഈസ് a genuine living reality. Holy Spirit is a living reality. പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. He is a living person. He is everywhere. He is there with you. നിന്നോട് കൂടെയുണ്ട്, എവിടെയുണ്ട്, നമ്മൾ പറയണത് കേൾക്കുന്നുണ്ട്, നമ്മളുടെ ഹൃദയത്തെ അറിയുന്നുണ്ട്. അവിടുന്ന് നമ്മളെല്ലാം വിചാരിക്കുന്നതിനേക്കാൾ വളരെയധികമായി അവിടുന്ന് നമ്മളോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ പരിശുദ്ധാത്മാവ് ലിവിങ് റിയാലിറ്റി എന്ന നിലയ്ക്ക് നമ്മളൊരാൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വന്നാൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഞാൻ ഓർക്കുന്നുണ്ട്, വടക്കഞ്ചേരിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ, നിങ്ങളൊരിക്കൽ ഷെയർ ചെയ്ത അനുഭവമാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥനയില്ല, പള്ളിയില്ല, മാതാപിതാക്കൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ ഒരു സെക്കുലർ ലൈഫ്, വേൾഡ്ലി ലൈഫ്, ലൈഫ് ഇൻ ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു വരികയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തെ അട്ടപ്പാടി ഈ ഒരു ശുശ്രൂഷ, ആദ്യ വെള്ളിയാഴ്ചത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്, ആ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ എത്തിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് ഈവനിങ് പോലെ ശുശ്രൂഷയാണ് ആദ്യ വെള്ളി ശുശ്രൂഷ. എന്താ ഉണ്ടായതെന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷിജോ, വടക്കാഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ പള്ളിയിൽ പോകാനോ കുമ്പസാരിക്കാനോ ഒന്നും അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ചെറുപ്പം തൊട്ടേ ആത്മീയ കാര്യങ്ങളിൽ ഒന്നുമില്ലാത്തൊരു ഒരു ആത്മാവിൻ്റെ സ്ഥിതിയാണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ മുഖേന സെയ്യോനിലേക്ക് ഒരു സീറ്റ് ഉണ്ട് ചേട്ടാ, ഒന്ന് വരാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഞാൻ അവൻ്റെ പകരം കയറി വന്നാണ്. ഇവിടെ വന്ന് ഈശോയുടെ സ്നേഹം അനുഭവിക്കാനും ഈശോനെ അറിയാനും പറ്റി. അതിനുശേഷം ദിവസം പള്ളിയിൽ പോകുന്നു. പിന്നെ അതിനുശേഷം ഈശോട് നല്ല സ്നേഹമായി പള്ളി പോകാനൊക്കെ തുടങ്ങി. എല്ലാ ദിവസവും മുടങ്ങാണ്ട് പോകും, എല്ലാ ദിവസവും. ശരിക്ക് പള്ളിയിൽ പോയാലും പിന്നെ കൂടെ അങ്ങനെ പോകും. വീട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് അങ്ങനെ നടക്കലാണെന്ന് പണി. അങ്ങനെ ഈ വടക്കാഞ്ചേരിയിൽ നിന്ന് ബസ് പോരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരനായിരുന്നു ശരിക്കും പേര് കൊടുത്തിരുന്നത്. അവന് പോകാൻ പറ്റാതെ വന്നപ്പോൾ അവനോട് പറഞ്ഞു, നീ തള്ളിക്കുത്തി അവനെ കയറ്റിയിരുത്തിയതാണ്, നീ അട്ടപ്പാടി പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുർബാനയ്ക്ക് ഇതിനൊന്നും കാണാത്ത ആളാണ്, എന്തിനാണ് ഞങ്ങൾ പോകണേ. പക്ഷേ ഇവിടെ വന്ന് കടന്നിരുന്ന നേരം മുതൽ കണ്ണീര് തുടങ്ങി. അപ്പം മുതൽ കണ്ണീര് തുടങ്ങിയെന്ന് പറയുന്നേ. പറഞ്ഞു നീ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു. ഞാൻ ആദ്യം ചോദിക്കട്ടെ, 5 ദിവസം ധ്യാനത്തിനാണോ 1 ദിവസം ധ്യാനം? ഈ ആദ്യ വെള്ളിക്കാണ് വന്നത്? 2017 ഡിസംബർ 1. ഡിസംബറിലെ ആദ്യ വെള്ളിക്ക് വന്നു. ഡിസംബറിലെ ആദ്യ വെള്ളിക്ക് വന്നപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ പോകുന്ന സമയത്ത് കൂട്ടുകാരൻ ബുക്ക് ചെയ്തെങ്കിൽ അദ്ദേഹം പറ്റില്ല, ഇവനെ നിർബന്ധിച്ച് അതിനുള്ളിൽ കയറ്റിയ വിട്ടു. എന്ത് ചെയ്തു? അവൻ ഇവിടെ വന്നിട്ട് ഇവൻ എന്നിട്ട് കയറിയപ്പോൾ എന്താണ്ടായത്? കയറിയപ്പോൾ കരയാൻ തുടങ്ങി. ഞാൻ ഇതിനുള്ളിൽ കയറിയപ്പോൾ തൊട്ടങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. എന്താണെന്നറിയാൻ പറ്റില്ല, അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. അതോടുകൂടെ ഒരു പുതിയ സൃഷ്ടിയായി മാറി അല്ലേ? പിന്നെ ഈശോട് ഭയങ്കര സ്നേഹം. പിന്നെ കുമ്പസാരിക്കാൻ തുടങ്ങി അല്ലേ? പിന്നെ ഇടവകയിൽ പോകാൻ തുടങ്ങി, കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ഇപ്പൊ കുർബാനയ്ക്കൊക്കെ പോകുന്നില്ലേ? എല്ലാ ദിവസവും പോകാറുണ്ട്. എല്ലാ ദിവസവും, ഞായറാഴ്ചകളിലല്ല, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. മാത്രമല്ല, ഈ കണ്ട ഈ ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഈ ജനങ്ങളുടെ മുമ്പിൽ അത് എളിമയോടെ ഏറ്റു പറയാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു ആത്മാവായിരുന്നു, എന്നാൽ എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ച് എനിക്ക് ദൈവം വിശ്വാസം തന്ന്. ചെറുപ്പം തൊട്ടേ എത്ര വർഷം എപ്പോൾ വയസ്സത്രയായി? എനിക്ക് 35 വയസ്സ്. 35 വയസ്സായി. വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ വിവാഹ സാക്ഷ്യം കൂടി പറയാനാണ് ഞാനിവിടെ വന്നത്. അത് 35 വയസ്സായി. അപ്പോൾ ഈ ചെറുപ്പം തൊട്ട് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കണ തൊട്ട് നൂലെ പള്ളി പോകാൻ താല്പര്യം ഉണ്ടാവാറില്ല. ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ കാര്യങ്ങളൊരു ബോധ്യമില്ല, താല്പര്യമില്ല, അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ജീവിത പങ്കാളികളെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ശരി. കല്യാണം നടക്കാനായിട്ട് വളരെ തടസ്സമായിരുന്നു. അത് പറ. വിവാഹം നടക്കാൻ ഭയങ്കര തടസ്സമായിരുന്നു. എൻ്റെ അപ്പച്ചനും അമ്മയും ഇവിടെ വന്ന് 5 ദിവസം ധ്യാനം കൂടി. അപ്പോൾ ബ്രദർ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ വിവാഹം നടക്കും, സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അപ്പച്ചനും അമ്മച്ചിയും വന്ന് ഈ മോന് വേണ്ടി താമസിച്ചുള്ള ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. അപ്പം ആ മകന് വേണ്ടി പകരക്കാരനായ ഒരു അപ്പനും അമ്മയും വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചപ്പോൾ കൗൺസിലിംഗ് നടത്തിയ ബ്രദർ പറഞ്ഞു, ഈ ധ്യാനം വിവാഹം 6 മാസത്തിനുള്ളിൽ വിവാഹത്തിൻ്റെ തടസ്സം മാറി നടക്കുന്നതാണ് കർത്താവ് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. 5 മാസം കഴിഞ്ഞപ്പോൾ വിവാഹം 5 മാസം കഴിഞ്ഞപ്പോൾ വിവാഹം നടന്നു. ഇതാ ജീവിത പങ്കാളിയായിട്ട് ഒരുമിച്ച് വന്ന് കർത്താവിനെ വാഴ്ത്തപ്പെടും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ കൈ എല്ലാവരും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. വീട്ടിലുള്ളവരെല്ലാവരും കൈയടിച്ചോ. പവർ ഉച്ചത്തിൽ
ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ടോക്കിൻ്റെ കുറച്ചും കൂടെ കേട്ടതിന് ശേഷം മിഡിൽ ഭാഗം വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, വീണ്ടും ഇരിക്കും, വീണ്ടും ടോക്ക് തുടരും, വീണ്ടും പ്രാർത്ഥിക്കും, അങ്ങനെ ടോക്ക് സമാപിക്കും. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ക്രമീകരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വ്യക്തിയുടെ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ എന്നെ പ്രത്യേകം ശ്രദ്ധിച്ചത്, അദ്ദേഹം പറയുകയാണ്, എനിക്ക് യേശുവിൻ്റെ സ്നേഹം അറിയാൻ പാടില്ലായിരുന്നു, എനിക്ക് യേശുവിനെ അറിയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുർബാനയില്ല, പ്രാർത്ഥനയില്ല, ഞാനങ്ങനെ ഒരു സെക്കുലർ മനുഷ്യനായി, ഒരു നഷ്ടപ്പെട്ട ആത്മാവായി ലോകത്തിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ജനങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ആദ്യവള്ളി പരിശുദ്ധാത്മ ശുശ്രൂഷയിലേക്ക് വരുന്നത്. അങ്ങനെ പരിശുദ്ധാത്മ ശുശ്രൂഷയുടെ പ്രത്യേകത, ആദ്യവള്ളി സെക്യൂരിന് വരുമ്പം എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ സ്തുതിക്കും. ആ സ്തുതിക്കുന്ന സമയത്ത് ഈ വ്യക്തി ജീവിതത്തിൽ ആദ്യമായിട്ട് ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെല്ലാം അങ്ങനെ സ്തുതിപ്പിൻ്റെ സമയത്ത് ഇദ്ദേഹവും ശക്തമായിട്ട് അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ കൈ ഉയർത്തി പിടിച്ചു. മറ്റൊരു സ്തുതിക്കുന്നു, ജനങ്ങൾ ശക്തമായി സ്തുതിക്കുന്നു, ഇദ്ദേഹത്തിന് സ്തുതിക്കാൻ അറിയാൻ പാടില്ല. ആ ശക്തമായ സ്തുതിപ്പിൽ ഇദ്ദേഹം അങ്ങോട്ട് ചേരുകയാണ്. അവിടെ നിന്നു ഇദ്ദേഹം പറയുകയാണ്, ഒരു ശക്തി വന്ന് അങ്ങോട്ട് വലയം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ നിലയ്ക്കാതെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ എത്ര മണിക്കൂർ കരഞ്ഞെന്നറിഞ്ഞുകൂടാ. ഇദ്ദേഹം ജീവിതത്തിൽ അങ്ങനെ കരയാത്ത ആളാണ്, ഒരു കാര്യത്തിലാണ് കരയാത്ത ആളാണ്. ഒരാളെ ആശ്രയിക്കുക, സ്വന്തം കഴിവുകൊണ്ട് ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം പറയും എന്താണെന്നറിയാം. അതിന് ശേഷം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ഒരു ഹൃദയം, ദൈവത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം. ഇതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ആദ്യത്തെ വലിയൊരു ബ്ലെസ്സിങ്ങാണ് ദൈവത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം. ഒരിക്കലും കരയാത്തവർ, തങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവാച്യമായ നെടുവീർപ്പുകളാൽ, കണ്ണുനീരാൽ, നമ്മുടെ ആത്മാവിൻ്റെ ഗദ്ഗതങ്ങളാൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നതാണ്. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 15-ാമത്തെ തിരുലിഖിതം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ ഒരു ഗായകനെ കൊണ്ടുവന്നു. ഗായകൻ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഏലീഷായുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി. ദ പവർ ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ ഏലീഷ. വെൻ ദ മിനിസ്ട്രൽ ബിഗാൻ ടു പ്ലേ, വെൻ ദ മ്യൂസിഷ്യൻ ബിഗാൻ ടു പ്ലേ, ദ പവർ ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ ഏലീഷ. ദൈവത്തിൻ്റെ ജനം ആദ്യ വെള്ളിയാഴ്ച ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ പവർ ഓഫ് ദ ലോർഡ് കെയിം ഡൗൺ, ഡിസെൻഡഡ് ഓൺ ദ പീപ്പിൾ. ആ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി ആത്മാക്കളുടെ മേലങ്ങോട്ട് വന്നു. ഈ മനുഷ്യൻ, ഒരിക്കലും ദൈവത്തിൻ്റെ അനുഭവം ഇല്ലാത്ത മനുഷ്യൻ, അവിടെ നിന്ന് ധാരധാര നിറഞ്ഞ കണ്ണുകളോടെ അവിടെ നിന്നു. എന്താ സംഭവിക്കണമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി. ദൈവത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രൂപാന്തരപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കണം, അദ്ദേഹത്തിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം, അദ്ദേഹത്തിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം, അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കുമ്പസാരിക്കണം. അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള എല്ലാ ജീവിതത്തിലും നേരെ ഒരു കീഴ്മേൽ മറിക്കുന്നൊരു അനുഭവം ഉണ്ടായി. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇതുപോലെ ചരിത്രത്തിൽ മറ്റൊരു സംഭവമുണ്ട്. ഒരു ലോകത്തിൻ്റെ ഒരു ചെറുപ്പക്കാരനായി ചോരത്തളപ്പിൽ അങ്ങനെ പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ യൗവനത്തിൻ്റെ തിളപ്പിൽ പാഞ്ഞിരുന്ന അസീസി പട്ടണത്തിലെ ഫ്രാൻസിസ് ഓഫ് അസീസി. അദ്ദേഹം ചെറുപ്പത്തിൽ അങ്ങനെ വലിയൊരു സ്പിരിച്വൽ മനുഷ്യനായിരുന്നു എന്നുള്ള ഒരു വലിയ തെളിവൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരു പണക്കാരൻ്റെ മകൻ. അദ്ദേഹം അവിടെ ഇങ്ങനെ യുദ്ധത്തിൽ ചേർന്ന് യുദ്ധം ചെയ്ത് ഫെയിം ആൻഡ് നെയിം, നല്ല യൗവനത്തിൻ്റെതായ ആ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. യൗവനത്തിൻ്റെ ചോരത്തിളപ്പിൽ അദ്ദേഹം പടക്കളത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ പല ഇടപെടലുകളുണ്ടായി. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം അദ്ദേഹത്തിനൊരു ദൈവിക അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഡിസെൻഡിങ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെല്ലാം മാറിമറിഞ്ഞു. ലോകത്തിൻ്റെ ഫെയിം വേണ്ട, ലോകത്തിൻ്റെ പ്രശസ്തി വേണ്ട. അദ്ദേഹം ഒരു നല്ലൊരു ഉത്തമ യോദ്ധാവ് എന്നല്ല, ഒരിക്കലും കരയാത്ത ചെറുപ്പക്കാരനാണ്. അദ്ദേഹം കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വാവിട്ട് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അതുവരെ വിലപ്പെട്ടതായി കണ്ടതെല്ലാം ചപ്പും ചവറും പോലെയായി മാറി. അദ്ദേഹത്തിന് പുതിയൊരു വഴി ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ജീവിതത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളെല്ലാം വിട്ടു. ജീവിതത്തിൻ്റെതെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം ദൈവാത്മാവിൻ്റെ നയിക്കലിന് തന്നെ വിട്ടുകൊടുത്തു.
അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉപേക്ഷിച്ചു, അദ്ദേഹത്തിൻ്റെ അപ്പനെ ഉപേക്ഷിച്ചു, അമ്മയെ ഉപേക്ഷിച്ചു, ലോകസന്തോഷങ്ങൾ ഉപേക്ഷിച്ചു, രുചിയുള്ള ഭക്ഷണം ഉപേക്ഷിച്ചു, നല്ല വസ്ത്രം ഉപേക്ഷിച്ചു, സുരക്ഷിതമായ പാർപ്പിടങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി. അങ്ങനെ അസീസിൽ തെരുവിൽ നടക്കുമ്പോൾ എല്ലാവരും കല്ലെറിഞ്ഞു, എല്ലാവരും ഉപേക്ഷിച്ചു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ചപ്പും ചവറും പോലെ വിലയില്ലാത്ത മനുഷ്യനായി മാറി, ലോകത്തിൽ വിലയില്ലാത്ത മനുഷ്യനായി മാറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ലോകത്തിൻ്റെ ആർഭാടമോ ലോകത്തിൻ്റെ അംഗീകാരമോ ലോകത്തിലെ വിലയോ അല്ല അസീസി അന്വേഷിച്ചത്. അസീസി ഒറ്റ കാര്യം അന്വേഷിച്ചുള്ളൂ, ഈ ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം. ഈ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ മേലെ എഴുന്നള്ളി വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞു. ലോകത്തിലെ മുഴുവനും ഉപേക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പ്രാപ്തനാക്കി. അങ്ങനെ നടക്കുകയാണ്. ഒരൊറ്റ മനുഷ്യൻ ഈ അസീസിയുടെ കൂടെ കൂടുന്നില്ല. ഒരു ഭ്രാന്തൻ എന്ന നിലയ്ക്കാണ് അസീസി പട്ടണത്തിലുള്ള ആളുകൾ ഈ അസീസിയെ കണക്കാക്കുന്നത്. ആ സമയത്ത് ബെർണാഡ് എന്ന് പറഞ്ഞൊരു വലിയ ധനാഢ്യൻ ആ പട്ടണത്തിൽ, ഒരു ചെറുപ്പക്കാരനാണ്, പക്ഷെ വലിയ ധനികനാണ്. ബെർണാഡിനൊരു സംശയം, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ, ഇത് തട്ടിപ്പാണോ ശരിക്കുള്ളതാണോ, ഇത് ദൈവത്തിൻ്റെ ആണോ അല്ലെങ്കിൽ വെറുതെ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം, ഒരു നാടകമാണോ, ഇത് എന്താണെന്ന് ബെർണാഡിന് ഒന്ന് ഡിസൈൻമെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ബെർണാഡിൻ്റെ ഉള്ളിൽ എന്തോ ഒരു, ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒരു ജ്വലനം, ഒരു തീ കത്തൽ, ഒരു അനോയിൻറ്റിങ്. അപ്പോൾ ബെർണാഡ് ഒരു കാര്യം തീരുമാനിച്ചു, ഇദ്ദേഹം ഒറിജിനലാണോ അല്ലയോ എന്നൊന്ന് തിരിച്ചറിയണം. അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ ബെർണാഡ് എന്ത് ചെയ്തു, ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരൊറ്റ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നില്ല. അസീസി പട്ടണത്തിൽ വെറുക്കപ്പെട്ടവനായി, അസീസി പട്ടണത്തിലെ വേസ്റ്റ് പോലെ ആർക്കും വേണ്ടാത്തവനായി ഈ ഫ്രാൻസിസ് നടക്കുകയാണ്. അപ്പോൾ ഈ ബെർണാഡ് ആദ്യമായിട്ട് ബെർണാഡ് അസീസി പുണ്യാളൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരിൽ ഒരുവനാണ് ബെർണാഡ്. ഈ ബെർണാഡ്, ഈ ധനികൻ, ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, ഈ അസീസിയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, ഇന്ന് എൻ്റെ കൂടെ രാത്രിക്ക് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് താമസിക്കണം. അസീസി പുണ്യാളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ബെർണാഡ് അന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ അസീസി പുണ്യാൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അയക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ഈ ബെർണാഡിൻ്റെ വീട്ടിലേക്ക് ചെന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബെർണാഡ് പറഞ്ഞു, ഇന്ന് എൻ്റെ മുറിയിൽ തന്നെ കിടക്കണം. അസീസി പ്രാർത്ഥിച്ചപ്പോൾ ഓക്കെ, പരിശുദ്ധാത്മാവ് പറഞ്ഞു അവിടെ തന്നെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ബെർണാഡിൻ്റെ കട്ടിൽ ഈ അസീസി പുണ്യാളിന് കൊടുത്തു. അസീസി പുണ്യാൾ കടന്നോ ഇല്ലെന്ന് അറിയില്ല, എന്തായാലും ആ മുറിയിൽ തന്നെയാണ് കടന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ രണ്ടുപേരും, അസീസിക്ക് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അസീസി പറഞ്ഞു, ഇല്ല, ബെർണാഡ് കാണുക പ്രാർത്ഥിക്കണം നല്ലതല്ല. ബെർണാഡ് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും, ആദ്യം ബെർണാഡ് ഒന്ന് ഉറങ്ങട്ടെ. അപ്പോൾ അസീസി ആദ്യം പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും വേഗം കിടന്ന് ഉറങ്ങാം, നല്ല ക്ഷീണമുണ്ട്, പെട്ടെന്ന് കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ കിടന്നു. അസീസിക്ക് ഉറങ്ങുന്ന പോലെ ഇങ്ങനെ കാണിച്ചു. ബെർണാഡ് ഇങ്ങനെ ചിന്തിച്ചു, ഇദ്ദേഹം ശരിക്കും ദൈവത്തിൻ്റെ മനുഷ്യനാണെങ്കിൽ രാത്രിക്ക് പ്രാർത്ഥിക്കും, ഇദ്ദേഹം തട്ടിപ്പാണെങ്കിൽ പ്രാർത്ഥിക്കുകയില്ല. അതുകൊണ്ട് ബെർണാഡ് ഇങ്ങനെ എന്ത് ചെയ്തു, ഉറങ്ങണ പോലെ കാണിച്ച് ബെർണാഡ് എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണെന്ന് വീട്ടിൽ കൊണ്ടുപോയത്. ബെർണാഡ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പുതപ്പൊക്കെ മൂടി കൂർക്കം വലിക്കുന്ന പോലെ സ്വരം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം, അത് നിങ്ങൾക്ക് കാണാം. ഫ്രാൻസിസിനെ വളരെ രഹസ്യത്തിലാണ് ബെർണാഡ് ക്ഷണിച്ചത്. ഫ്രാൻസിസ് മടികൂടാതെ, ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ ഫ്രാൻസിസ് മടികൂടാതെ ക്ഷണം സ്വീകരിച്ച് ബെർണാഡിൻ്റെ മന്ദിരത്തിലേക്ക് പോയി. വലിയ ധനികനാണ്. അന്ന് രാത്രി ഭക്ഷണാനന്തരം ബെർണാഡ് സ്വന്തം മുറിയിൽ ഫ്രാൻസിസിന് കിടക്ക സജ്ജീകരിച്ചിട്ട് നേരത്തെ കിടന്നു. പരീക്ഷിക്കാൻ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ബെർണാഡ് വിചാരിച്ചു, ഫ്രാൻസിസ് യഥാർത്ഥ ദൈവഭക്തനാണെങ്കിൽ പ്രാർത്ഥിക്കാതെ കിടക്കുകയില്ല, അയാൾ ഏത് തരക്കാരനാണെന്ന് ഒന്ന് പരീക്ഷിക്കുക തന്നെ വേണം. ഇപ്പം അറിയാൻ പറ്റും ഇത് സ്വർണ്ണമാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. ശയനമുറിയിലെ ചെറിയ വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. തൻ്റെ പ്രാർത്ഥനയും പരിഹാരവും ആരെയും അറിയിക്കരുത്. ബെർണാഡ് ഉറക്കം പിടിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന തുടങ്ങിയാൽ മതി എന്ന് കരുതി ഫ്രാൻസിസും കിടന്നു. ബെർണാഡ് ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് സൂക്ഷ്മത്തിൽ ഒളിച്ചു നോക്കുമായിരുന്നു. അദ്ദേഹം എഴുതിയില്ല. വീണ്ടും അദ്ദേഹം കണ്ണടച്ച് ഉറങ്ങണത് പോലെ നടിക്കും. ഉറക്കം നടിച്ചുകൊണ്ട് സ്വരത്തിൽ കൂർക്കം വലിക്കുകയും ചെയ്തിരുന്നു. ഫ്രാൻസിസ് ഉറങ്ങാതെ എന്നാൽ കണ്ണടച്ച് കിടന്നു. ബെർണാഡ് നന്നായി ഉറക്കം പിടിച്ചെന്ന് ഫ്രാൻസിസിന് ഏതാണ്ട് തോന്നിയപ്പോൾ അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു. മുട്ടുകുത്തി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നിശബ്ദമായിട്ടാണ് പ്രാർത്ഥന ആരംഭിച്ചത്. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ താൻ അറിയാതെ ഏങ്ങിക്കരയാനും മാറത്തടിക്കുവാനും തുടങ്ങി. താൻ എവിടെയാണെന്നുള്ള കാര്യം പോലും വിസ്മരിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. കർത്താവേ, ദിവ്യനായ ഈശോ, അങ്ങ് എനിക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചു. കർത്താവേ, ദിവ്യനായ ഈശോ, അങ്ങ് എനിക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചു എന്ന് പറയുമ്പോഴേക്കും കരയാൻ തുടങ്ങി. ഗെത്സമൻ തോട്ടത്തിലെ അങ്ങയുടെ പാരവശ്യം എൻ്റെ പാപം കാരണമായിരുന്നല്ലോ.
ആ പാപങ്ങളെല്ലാം അങ്ങ് ദർശിച്ചപ്പോൾ, എൻ്റെ പാപങ്ങളെല്ലാം അങ്ങ് ദർശിച്ചപ്പോൾ, അവയ്ക്ക് പരിഹാരം ചെയ്യണമെന്ന് ഓർത്തപ്പോൾ തിരുരക്തം ചിന്തുവാൻ തക്കവണ്ണം അങ്ങ് പാരവശ്യപ്പെട്ടുവല്ലോ നാഥ എന്ന് പറഞ്ഞ് കരയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കം നിലവിളിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ എന്ന് കരയാൻ തുടങ്ങി. അങ്ങയെ കൽത്തൂണിൽ കെട്ടി അടിച്ചത് എൻ്റെ സുഖലോലപത്തമോന്നാണല്ലോ കർത്താവേ. വെറും ശാരീരിക സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി സുഹൃത്തുക്കളോട് കൂടി ഞാൻ എന്തെല്ലാം പാപങ്ങളിൽ മുഴുകി ജീവിച്ചു. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങേ അറിഞ്ഞും അറിയാതെയും അങ്ങേ വേദനിപ്പിച്ചു. കൂട്ടുകാരുടെ പ്രേരണയാലും എൻ്റെ യൗവനത്തിൻ്റെ തളലിനാലും അപ്രകാരം ചെയ്തു പോയി. ഞാൻ നിത്യനരകാഗ്നിക്ക് എന്നെ തന്നെ അർഹനാക്കി. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആസിസി മുന്നോട്ട് ഉറക്കം നിലവിളിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ, അങ്ങ് കൽത്തൂണിൽ കട്ടപ്പെട്ട് എനിക്ക് വേണ്ടി അടി സ്വീകരിച്ചതിനാൽ ഞാൻ വിമോചിതനായി. കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. രാത്രി ഇങ്ങനെ ഈ മാറത്തടിച്ച് കരയുകയാണ്. അങ്ങേ സ്നേഹം കൊണ്ട് ജ്വലിക്കുകയാണ്. അവിടുത്തെ തിരുത്തലയിൽ മുൾമുടി വച്ചതും ഈ പാപി തന്നെ. ഈ നീചഭാവിയായ ഞാൻ അസീസിയിലെ യുവരാജനായി വേഷം കെട്ടി എൻ്റെ കൂട്ടുകാരോടുകൂടെ അട്ടഹസിച്ച് നടന്ന് വിലയേറിയ സമയങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. ഞാൻ ഉണർന്നിരുന്നെങ്കിലും, ഞാൻ അർദ്ധരാത്രി വരെ ഉണർന്നിരുന്നെങ്കിലും, ഞാൻ വെളുപ്പാങ്കാലം വരെ ഉറങ്ങാതിരുന്നെങ്കിലും അത് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലായിരുന്നു. ആർപ്പ് വിളിച്ച് ആഹ്ലാദിച്ച് അർമാദിച്ച് നഗരവാസികൾക്കെല്ലാം ശല്യം വരുത്താനായിരുന്നു. രാജാതിരാജനായ അവിടുത്തെ പരിഹാസ രാജാവാക്കപ്പെട്ടു. എത്രയെത്ര മുള്ളുകൾ അങ്ങയുടെ ശിരസിൽ കുത്തിക്കയറി. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ആ സിസി പുണ്യാളൻ വിളിച്ച് കരയും. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ. കർത്താവേ, എന്നെയാണ് ആ പീഠത്തിൽ ഇരുത്തി പരിഹസിക്കേണ്ടിയിരുന്നത്. എൻ്റെ തലയിലാണ് മുൾമുടി വയ്ക്കേണ്ടിയിരുന്നത്. ഞാനാണ് രാജാവെന്ന് നടിച്ച് നടന്നത്. ദിവ്യനാഥ, അങ്ങൊന്നും പറയാതെ എനിക്ക് വേണ്ടി എല്ലാം സഹിക്കുകയായിരുന്നല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ സർവസ്വമേ, പാപിയായ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. മതത്തെയും സന്മാർഗത്തെയും തൃണവൽഗണിച്ച് സ്വത്ത്, സുഖം, കീർത്തി, ഫെയിം ആൻഡ് നെയിം, അതിനുവേണ്ടിയായിരുന്നു ആദ്യ യുവത്വത്തിലെ ആ ഭ്രാന്തമായ ഓട്ടം. സന്മാർഗത്തെയും മതത്തെയും, പള്ളിയിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ലെവലിലാണ് സൺഡേ ക്രിസ്ത്യൻ അല്ലേ. മതത്തെയും സന്മാർഗത്തെയും പുല്ലുവില കൽപ്പിച്ച് തൃണവൽഗണിച്ച് എന്ന് പറഞ്ഞാൽ പുല്ലുവില കൽപ്പിച്ച് മതത്തെയും സന്മാർഗത്തെയും തൃണവൽഗണിച്ച് സ്വത്ത്, സുഖം, കീർത്തി എന്നിവയുടെ പിന്നാലെ വിരണ്ടോടിയവനാണ് ഞാൻ. എൻ്റെ കർത്താവേ, പാപിയായ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. എൻ്റെ ആഡംബരപ്രിയം അങ്ങയെ ഈ വിധത്തിലാക്കിയല്ലോ. ക്രൂശിതനായ ഈശോയുടെ കുരിശുരൂപമാണ് മനസ്സിൽ കാണുന്നത്. എൻ്റെ ആഡംബരപ്രിയം അങ്ങയെ ഈ വിധത്തിലാക്കിയല്ലോ എൻ്റെ ദൈവമേ. ഞാൻ ഇത്രമാത്രം ചിന്തിച്ചിരുന്നില്ല. അങ്ങയെ ക്രൂശിക്കാനും ബറാബാസിനെ വിട്ടയക്കാനും യൂതന്മാരെക്കാൾ ഉയർന്ന സ്വരത്തിൽ അലറിയത് ഞാൻ തന്നെയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ, എൻ്റെ പാപങ്ങൾ, എൻ്റെ നീചപാപങ്ങൾ കർത്താവേ അങ്ങ് എത്രമാത്രം വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ദൈവമേ. എൻ്റെ വഴിപിഴച്ച യൗവനം അങ്ങയെ മരണത്തിന് വിധിച്ചു. കുരിശ് അങ്ങയുടെ മേൽ ചുമത്തി അതിൽ തറച്ച് കൊന്നു. കർത്താവേ, ഇതാ പാപിയായ ഞാൻ അങ്ങേപ്പക്കൽ അണയുന്നു. എന്നിൽ കരുണ തോന്നണമേ. നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. വഴിതെറ്റിപ്പോയ ഈ ആടിനെ കണ്ടെത്തുന്നത് വരെ തേടി നടക്കുന്ന നല്ല ഇടയാ, മുള്ളുകൾക്കിടയിൽ അകപ്പെട്ട ഈ ആടിനെ രക്ഷിക്കണമേ. ഈശോയെ, ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എൻ്റെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാ പാപികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അർദ്ധരാത്രിയിൽ പ്രാർത്ഥന തുടരുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർ, എന്നെപ്പോലെയുള്ള ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, എന്നെപ്പോലുള്ള ഒത്തിരി ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്കെല്ലാം വേണ്ടി ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദയാധിക്യത്തിനൊത്തവണ്ണം കരുണയുള്ള കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഏതാണ്ട് ഈ രീതിയിൽ
ഫ്രാൻസിസ് രാവിലെ 3 മണി വരെ പ്രാർത്ഥന, കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥന. ഏതാണ്ട് ഈ രീതിയിൽ ഫ്രാൻസിസ് രാവിലെ 3 മണി വരെ പ്രാർത്ഥിച്ചു. സ്വരത്തിൽ പറഞ്ഞത് എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ എന്നത് മാത്രമായിരുന്നു. ബെർണാർഡ് നിശ്ചലനായി ഫ്രാൻസിസിനെ വീക്ഷിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ കിടക്കയിൽ പോതപ്പിൻ്റെ അടിയിൽ കിടക്കുന്ന ബെർണാർഡിലേക്ക് അഭിഷേകമായിട്ട് കിട്ടി. അദ്ദേഹം അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, രാത്രി മുഴുവനും ബെർണാർഡ് കിടന്ന് കരഞ്ഞു. അദ്ദേഹത്തിന് ഫ്രാൻസിസിനെ പറ്റിയുള്ള ദുരഭിപ്രായങ്ങളെല്ലാം കണ്ണുനീരിൽ ലയിച്ച് കണ്ണുനീർ പുഴയായി ഒഴുകിപ്പോയി. ഫ്രാൻസിസ് ദൈവത്തിൻ്റെ യഥാർത്ഥ ദാസൻ തന്നെയാണെന്ന് ബെർണാർഡിന് ബോധ്യമായി. നേരം വെളുത്ത് ഫ്രാൻസിസിന് ശിക്ഷപ്പെട്ട് ജീവിച്ചാൽ എനിക്ക് ആത്മരക്ഷ നേടാമെന്ന് അദ്ദേഹം ആ രാത്രി ഉറപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് 2 പേരും എഴുന്നേറ്റു. തലേന്ന് രാത്രിയിൽ സംഭവിച്ചതൊന്നും ഇരുകൂട്ടരും പരസ്പരം അറിയാത്ത മട്ടിൽ 2 പേരും മുന്നോട്ട് പോയി. പിന്നെ ബെർണാർഡ് സംസാരിക്കുന്നതൊക്കെയാണ്. ഓക്കെ, പിന്നെ ബെർണാർഡ് അസീസി പുണ്യ അപ്പോൾ എന്താ 5 മണിക്ക് എഴുന്നേറ്റ് ഒരു കുഴപ്പമില്ലാത്തവരെ അസീസി പുണ്യാളനും പ്രാർത്ഥനയ്ക്ക് പോയി, ഈ ബെർണാർഡും പ്രാർത്ഥനയ്ക്ക്. 2 പേരും ഒന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബെർണാർഡ് അതിന് ശേഷം അസീസി പുണ്യാളനെ നേരെ ചെന്നു. വലിയ ധനികനാണ്. ബെർണാർഡ് സർവ്വസമ്പത്തും പാവങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അസീസി പുണ്യാളൻ്റെ ശിഷ്യനായി അന്ന് അസീസിയുടെ കൂടെ അങ്ങോട്ട് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസീസി പുണ്യാളൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരിൽ ഒരാളാണ് ബെർണാർഡ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവ് രാത്രി ബെർണാർഡിലേക്ക് അവർ ശക്തമായി ഇറങ്ങി വന്നു. ഇനി അസീസിയുടെ കാര്യം ചിന്തിച്ചു. അസീസി യൗവനക്കാരനായിട്ട് നടന്ന രീതിയാണ് അസീസി പറഞ്ഞത്. അസീസി പട്ടണത്തിലൂടെ യൗവനത്തിൽ നേരം വെളുക്കുന്നത് വരെ ഇങ്ങനെ കാമലീല വിലാസങ്ങളിൽ നടക്കുക, പ്രേമിക്കുക, ചെറുപ്പക്കാരൻ എല്ലാ അവസ്ഥകളിലൂടെ നടന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ദൈവത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയമാണ്. ദൈവത്തെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തെ അറിയുന്നൊരു ഹൃദയം, ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നൊരു ഹൃദയം, അനുതാപം കൊണ്ട് നിറഞ്ഞൊരു ഹൃദയം, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് വലയം ചെയ്യപ്പെട്ടൊരു ഹൃദയം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഈ സമയം ലോക കാര്യങ്ങളിൽ വി ആർ ബറീഡ് ആൻഡ് വി ആർ ലോസ്റ്റ് ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് നമ്മൾ നഷ്ടപ്പെട്ടവരായിരിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ പാപമാണെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. അസീസിയുടെ യൗവനത്തിൽ ലോകത്തിൻ്റെ പേരും പെരുമയ്ക്കും വേണ്ടി നടന്നപ്പം, ലോകത്തിൻ്റെ മുൻനിരയിലെത്താൻ വേണ്ടി, മുമ്പനാകാൻ വേണ്ടി ഓടിയപ്പം ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാത്ത ഫ്രാൻസിസ് ആയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മാറി. അദ്ദേഹത്തിന് തിരിച്ചറിവ് കിട്ടി. അദ്ദേഹം മാറത്തടിച്ച് കരയുകയാണ്. എത്ര മണിക്കൂർ കരഞ്ഞാലും, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും മതി വരുന്നില്ല. വെളുപ്പകാലം വരെ 3 മണി വരെ ഇതിങ്ങനെയായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ ഗ്ലോറി, അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ എല്ലാവരുടെ മേലും നിറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ സെഷൻ കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞ്. പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തമായൊരു ബോധ്യം തരികയാണ്. ഈ സമയത്ത് അനേകരുടെ മേൽ ഒരു വലിയ ഒരു അനോയിൻറ്റിങ്, പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് വന്ന് നിറയും. പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് വന്ന് നിറയും. ദൈവത്തിൻ്റെ മകനാകാൻ, ദൈവത്തിൻ്റെ മകളാകാൻ എന്നെ പ്രാപ്തമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ സമയം വന്ന് നിറയട്ടെ. ലോകത്തിൽ നഷ്ടപ്പെട്ട ആത്മാക്കൾ, പാപത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ, അന്ധകാരത്തിലും അശുദ്ധിയിലും നഷ്ടപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ, വെറുപ്പിലും വാശിയിലും നഷ്ടപ്പെട്ട് കിടക്കുന്ന ആത്മാക്കൾ ഈ രാത്രി, ഈ സമയം സാത്താൻ്റെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പറന്നുയരുകയാണ്. സാത്താൻ ചങ്ങല കെട്ടിരിക്കുന്ന ആത്മാക്കൾ ഈ സമയം ചങ്ങല പൊട്ടിച്ച് വിടുതൽ പ്രാപിച്ച് കർത്താവിൻ്റെ അരികിലേക്ക് നീങ്ങുകയാണ്. സാത്താൻ തടവറയിലിട്ടിരിക്കുന്ന ആത്മാക്കൾ തടവറ ഭേദിച്ച് ഇപ്പോൾ പുറത്തു വരാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരെ ശക്തിപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തുക. മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർ, പേരും പെരുമയ്ക്കും വേണ്ടി ജീവിതം അർപ്പിച്ച് രാവകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് പൂരിതമാകട്ടെ. പാപബന്ധനത്തിൽ കിടക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് പൂരിതമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുട്ടികളുടെ മേൽ കൃപ നിറയട്ടെ. യുവതിവാക്കന്മാരുടെ മേൽ കൃപ നിറയട്ടെ.
കുടുംബങ്ങളുടെ മേൽ കൃപ നിറയട്ടെ. സർവ്വദാസിദാസന്മാരുടെ മേലും ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, വാഗ്ദാനം പോൽ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ വർഷിക്കണമേ. കർത്താവായ ദൈവമേ, വാഗ്ദാനം പോൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ മതി, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ മതി കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Holy Spirit. ഉച്ചത്തിൽ വിളിക്കുന്നു. ഓരോ ഹൃദയങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. ഓരോ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. ഓരോ ദാസന്മാരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. പാപബന്ധനങ്ങൾ പിടിക്കുന്ന ആത്മാക്കളുടെ രക്ഷ പ്രാപിക്കട്ടെ. കഴക്ക് ദോഷങ്ങൾ ബന്ധിക്കപ്പെടുന്ന ആത്മാക്കൾ രക്ഷ പ്രാപിക്കട്ടെ. നിരാശയിലും വെറുപ്പിലും ആത്മ രക്ഷ പ്രാപിക്കട്ടെ. കോപത്തിന്റെ കഠിന ബന്ധനത്തിൽ കടന്ന് രക്ഷ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി വീണ്ടും ശക്തിയോടെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കുറച്ചുകൂടെ ജീവനോടെ, കുറച്ചുകൂടെ ഉച്ചത്തിൽ, കുറച്ചുകൂടെ ശക്തിയോടെ. കർത്താവേ, ഇന്ന് ഈ കുടുംബങ്ങളെ പ്രത്യേകം അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായൊരു സ്പർശനം ഹൃദയങ്ങളിലേക്ക് നൽകണമേ. എല്ലാ ശൂന്യതകളിലേക്കും നൽകണമേ. എല്ലാ ആത്മീയ ബന്ധനങ്ങളും പൊട്ടി അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ. ദൈവ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് വരട്ടെ. ഹൃദയം തുറന്ന് അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഹൃദയം തുറന്ന് പശ്ചാത്തപിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഹൃദയം തുറന്ന് സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരിക്കാം. നമ്മളൊരു ചെറിയ ഭാഗം കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ശുശ്രൂഷ തീരും. പിന്നെ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി ആരാധന വെച്ച് വീണ്ടും പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഇറ്റ് ഈസ് എ ലിവിങ് പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു ലിവിങ് റിയാലിറ്റിയാണ്.
പരിശുദ്ധാത്മാവ് സത്യമായും ജീവിച്ചിരിക്കുന്ന ആത്മാവാണ്. ഇതൊരു വ്യക്തിയുടെ മേൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് കണ്ണുകൊണ്ട് കാണാവുന്നത് പോലെ, കൈകൊണ്ട് തൊടാവുന്നത് പോലെ പ്രകടമായ അനുഭവങ്ങളുണ്ടാവും. ഇനി മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതാണ് വിശുദ്ധ ഫിലിപ്പ് നേരി. വിശുദ്ധ ഫിലിപ്പ് നേരി 1500കളിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. 1544 ഇതുപോലൊരു പന്തക്കുസ്ത തിരുനാളിൻ്റെ അടുത്തുള്ള ദിവസങ്ങൾ വിശുദ്ധ ഫിലിപ്പ് നേരി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ ഫിലിപ്പ് നേരിക്ക് ഒരു ആവശ്യമേ ഉള്ളൂ. വിശുദ്ധ ഫിലിപ്പ് നേരിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അതുകൊണ്ട് വിശുദ്ധ ഫിലിപ്പ് നേരി ഈ പന്തക്കുസ്ത തിരുനാൾ അടുക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ആഗ്രഹത്തോടെ വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു വിശുദ്ധൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദ ഓൺലി പ്രയർ a servant of Holy Spirit has to be, come Holy Spirit. The only prayer ought to be, come Holy Spirit. ഒരു പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നൊരു വ്യക്തിയുടെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സെർവൻറ്റിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ദാസൻ്റെ ഏക പ്രാർത്ഥന ഇത് തന്നെയായിരിക്കും: കം ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഈ നമ്മുടെ ഫിലിപ്പ് നേരി എന്ന വിശുദ്ധൻ ഇതുപോലെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ഫിലിപ്പ് നേരിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് there appeared a globe of fire. അഗ്നിയുടെ വലിയ ഒരു ഗോളം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് വന്ന് ഫിലിപ്പ് നേരിയുടെ അധരത്തിലൂടെ ഹൃദയത്തിലേക്ക് ശക്തമായി പ്രവഹിച്ചു. ഫിലിപ്പ് നേരിയുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് അത് ചെന്നു. അവിടെ കടന്ന് ഫിലിപ്പ് നേരി ഹൃദയം കടന്ന് അടിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? ഫിലിപ്പ് നേരിയുടെ ഹൃദയം വികസിച്ച് അതിങ്ങനെ അടിച്ചടിച്ച് ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു പ്രവാഹം അവിടെ ഹൃദയത്തിലേക്ക് ഉണ്ടായി. ഫിലിപ്പ് നേരിയുടെ ഹൃദയം അങ്ങോട്ട് വികസിച്ച് ആ വാരിയൽ 4ാമത്തെയും 5ാമത്തെയും വാരിയലുകൾ പൊട്ടി അതിങ്ങനെ അങ്ങനെ വളഞ്ഞ് അങ്ങനെ ഒരു ആർച്ച് പോലെയായി. അപ്പോൾ ഏതാണ്ട് ഒരു കൈമുഷ്ടിയുടെ അത്രയും വലുപ്പത്തിൽ ഈ വാരിയല്, ഹൃദയത്തിൻ്റെ അവിടുത്തെ വാരിയല് പൊട്ടി അത് വളഞ്ഞ് ഇങ്ങനെ ആർച്ച് പോലെയായി. പിന്നെ മരിക്കുന്നത് വരെ ഫിലിപ്പ് നേരിയുടെ ഹൃദയത്തിൻ്റെ അവിടെ ഇതുപോലൊരു മുഴ, ഇങ്ങനെ ഒരു വാരിയൽ ആർച്ച് പോലെ വളഞ്ഞിരുന്നു. 2 വാരിയലുകൾ, 4ാമത്തെയും 5ാമത്തെയും വാരിയലുകൾ ഇങ്ങനെ ആർച്ച് പോലെ വളഞ്ഞിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ദൈവിക കാര്യങ്ങൾ കേട്ടാൽ ഹൃദയം ഇടിക്കാൻ തുടങ്ങും, അവിടെ ഹൃദയം വികസിക്കാൻ തുടങ്ങും, ഈ വാരിയൽ ചെന്ന് മുട്ടും. അതുപോലെ ഒരു ആത്മീയ കാര്യമോ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടായാൽ ഹൃദയം കിടന്ന് മിടിച്ച് വികസിക്കാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, മരിക്കുന്നത് വരെ അത് അങ്ങനെ തന്നെയായിരുന്നു. മരിച്ചതിന് ശേഷം, ഇതൊക്കെ ആത്മീയ രംഗത്ത് എല്ലാവർക്കും അറിയെങ്കിലും ആർക്കും പരസ്യപ്പെടുത്തിയിരുന്നില്ല, അതങ്ങനെ. മരിച്ചതിന് ശേഷം ഡോക്ടർമാർ ഇദ്ദേഹത്തിൻ്റെ ബോഡി ആ ഭാഗം കട്ട് ചെയ്ത് നോക്കി. എന്താണ് ഇത്രമാത്രം ഇങ്ങനെ ആർച്ച് വരെ മുഴച്ചിരിക്കുന്നത്? എന്താ? കാരണം പ്രകടമായി കാണാം, ഒരു കൈമുഷ്ടിയുടെ അത്രയും വലുപ്പത്തിൽ ഇതിങ്ങനെ മുഴച്ചിങ്ങനെ വളഞ്ഞ ആർച്ച് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ അത് കട്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്. വൈൽ typically these types of experience remain in the spiritual realm, it was later confirmed that his heart did in fact grow larger and larger. The cause of this swelling was, swelling എന്നാണ് പറയുന്നത്, the cause of this swelling was discovered by the doctors who examined his body after death. മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി എക്സാം ചെയ്ത ഡോക്ടർമാർ ഇതിൻ്റെ ഭാഗം മുറിച്ച് നോക്കി അതിൻ്റെ കാരണം കണ്ടെത്തി. ദ സെയിൻസ് ഹാർട്ട് ഹാഡ് ബീൻ ഡിലേറ്റഡ് അണ്ടർ ദ സഡൻ ഇമ്പൾസ് ഓഫ് ലവ് ആൻഡ് ഇൻ ഓർഡർ ദാറ്റ് ഇറ്റ് മൈറ്റ് ഹാവ് സഫിഷ്യൻറ്റ് റൂം ടു മൂവ്, 2 ribs had been broken and curved in the form of an arch. 4ാമത്തെ 5ാമത്തെ വാരിയലുകൾ ഒടിഞ്ഞ് അത് ഈ ഹൃദയത്തിന് ഇന്ന സ്പേസ് കിട്ടാൻ വേണ്ടി അത് തള്ളി എന്ത് ചെയ്തു, അതൊരു ആർച്ച് പോലെ ഇങ്ങനെ വളഞ്ഞിരുന്നു. ഇൻ ഫോം ഓഫ് an arch. From the time of the miracle till his death, his heart would palpitate violently whenever he performed any spiritual unction.
എനി സ്പിരിച്വൽ ആക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു അങ്ഷൻ, ഒരു അഭിഷേകം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആക്ഷൻ ചെയ്യുമ്പോൾ, ഒരു ആത്മീയ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇങ്ങനെ പാൾപ്പിറ്റേറ്റ് ചെയ്യും, ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങും. ദ ഓട്ടോപ്സി കൺഫേംഡ് ദിസ് സ്റ്റോറി ഫ്രം ഹിസ് ലൈഫ് ആൻഡ് വാസ് ആൻ ആഡഡ് ഇംപറ്റസ് ടു ഹിസ് എവൻച്വൽ കാനനൈസേഷൻ. അപ്പോൾ അത് പിന്നെ ഇത് കാനനൈസേഷൻ ഇത് റോം പരിശോധിച്ച സംഭവങ്ങളിൽ ഒരു സംഭവം ഈ സംഭവമായിരുന്നു. അപ്പോൾ ഡോക്ടർമാരത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താ, ഇതിങ്ങനെ വളഞ്ഞിങ്ങനെ ആർച്ച് പോലെ ഹൃദയത്തിൻ്റെ ആ സ്പേസ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. നോക്കി ദൈവസ്നേഹത്തിൻ്റെ അഗ്നി അങ്ങ് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ഇടിച്ചിടിച്ച് 4ാമത്തെ 5ാമത്തെ വാരിയിൽ പൊട്ടിപ്പോയി. അതുപോലെ ഒരു അനോയിൻറ്റിങ്, ഒരു അഭിഷേകം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈശോ ഈ കാര്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20ാമത്തെ അധ്യായത്തിൽ 22ാമത്തെ തിരുലിഖിതം. ഈശോ എല്ലാ വിശ്വാസികളോടും ശിഷ്യന്മാരോടും ശുശ്രൂഷകരോടും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് റിസീവ് ഹോളി സ്പിരിറ്റ്. അവൻ തുടർന്നു, അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവൻ ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് സജീവമായ ഒരു വിശ്വാസം ഉണ്ടാകണം. ഇതുപോലെ മറ്റനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ വന്നു കഴിയുമ്പോൾ റോമാലേഖനം 8ാം അധ്യായം അതിൽ 15ഉം 16ഉം തിരുലിഖിതങ്ങൾ, അവിടെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നൽകുന്നൊരു വലിയ കാര്യം, ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു ജ്വലനം, ഒരു മകൻ എന്നല്ല ഒരു മകൻ എന്ന നിലയിലുള്ളൊരു ബന്ധം ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാവും. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ ആത്മാവ് അസീസി പുണ്യാളുടെ മേൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അസീസി പുണ്യാളുടെ യേശുവിനെ നോക്കിയിട്ട് യേശു സഹിച്ചതെല്ലാം എനിക്ക് വേണ്ടിയാണെന്നും യേശു എൻ്റെ പാപമോചകനാണെന്നും ഒരു അനുഭവം കൊണ്ട് ഹൃദയങ്ങളിൽ ഏറ്റുപറയാൻ സാധിച്ചത്. ഈ ആത്മാവ് വന്നപ്പോഴാണ് അസീസി പുണ്യാൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയത്. ഈ ആത്മാവ് വന്നപ്പോഴാണ് ലോക അരൂപിയിൽ നിന്ന് ദൈവ വഴികളിലേക്ക്, ദൈവസ്നേഹത്തിൻ്റെ വഴിയിലേക്ക് അസീസി പുണ്യാളിന് തിരിയാൻ സാധിച്ചത്. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ജീവിതത്തിലും ഈ ആത്മാവ് വന്നപ്പോഴാണ് അദ്ദേഹം ദൈവസ്നേഹം കൊണ്ട് പൂരിതമായത്. റോമാലേഖനം 5ാം അധ്യായത്തിൽ 5ാമത്തെ തിരുലിഖിതം, റോമാലേഖനം 5ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ തിരുലിഖിതം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. 2 കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, ഞാൻ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി 2 കാര്യങ്ങളും നന്നായി ഉയർത്തിപ്പിടിക്കുക, ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥ, ഈ രാത്രി ഓരോ മകനിലെയും ഓരോ മകളുടെ മേലും നിങ്ങളുടെ വലിയ അഭിഷേകം നിറയട്ടെ കർത്താവേ, നിങ്ങളുടെ വലിയ കൃപ നിറയട്ടെ കർത്താവേ, നിങ്ങളുടെ വലിയ സ്നേഹം നിറയട്ടെ കർത്താവേ. കർത്താവേ, മരുഭൂമി പോലെ വരണ്ടുണങ്ങി കിടക്കുന്ന ഹൃദയങ്ങളെ ഈ രാത്രി സ്പർശിക്കണമേ. മരുഭൂമിയിലെ നദികൾ ഒഴുകട്ടെ, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകട്ടെ. വരണ്ട ഭൂമി ജലാശയമായി മാറട്ടെ, വരണ്ട ഭൂമി ജലാശയമായി മാറട്ടെ. കർത്താവിന്റെ അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ, കർത്താവിന്റെ അത്ഭുതം സംഭവിക്കട്ടെ. മരുഭൂമി പുഷ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്യട്ടെ, മരുഭൂമി പുഷ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്യട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കർത്താവായ ദൈവമേ, വാഗ്ദാനം പോൽ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ വർഷിക്കണമേ. കർത്താവായ ദൈവമേ, വാഗ്ദാനം പോൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. എനിക്ക് ഈ ജഡിക അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിലേക്ക് വരണം, പരിശുദ്ധാത്മാവിന്റെ വലയത്തിലേക്ക് വരണം, പരിശുദ്ധാത്മാവിന്റെ വലയത്തിലേക്ക് വരണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എനിക്ക് വേണം. കൈകൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ ഉച്ചത്തിൽ വിളിക്കുന്നു, കർത്താവായ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.
ഹോളി സ്പിരിറ്റ്, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, സകലരിലും നവജീവവും ഉളവായിടാരുളിയപ്പോ ആത്മാവിനെ വർഷിക്കണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലിപ്പ് നേരിയുടെ ജീവിതത്തിലും അതുപോലെ അസിസി പുണ്യവാളൻ്റെ ജീവിതത്തിലും ഉണ്ടായത് ഒരു റെയർ അനുഭവമല്ല. എല്ലാ വിശ്വാസികളും ഇത് കൊടുക്കാൻ ആഗ്രഹിക്കണം, പക്ഷേ തീവ്രമായി ആഗ്രഹിക്കണം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെ വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെ വാക്യങ്ങൾ. പന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇത് ഈശോ വാഗ്ദാനം ചെയ്തതാണ്. അപ്പസ്തോലന്മാർ അത് അനുഭവിച്ചതാണ്. അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവരുടെ മേൽ അനോയിൻറ്റിങ് ഉണ്ടായി. ഇന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയാൽ, അതിനുവേണ്ടി കാത്തിരുന്നാൽ, അതിന് വില കൊടുത്താൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറയിലും ഇത് സംഭവിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.